السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد آتينا موسى الكتاب وجعلنا معه أخاه هارون وزيرا فقلنا اذهبا إلى القوم الذين كذبوا بآياتنا فدمرناهم تدميرا. وقوم نوح لما كذبوا الرسل أغرقناهم وجعلناهم للناس آية وأعتدنا للظالمين عذابا أليما. وعادا وثمود وأصحاب الرس وقرونا بين ذلك كثيرا وكلا ضربنا له الأمثال وكلا تبرنا تتبيرا. ولقد أتوا على القرية التي أمطرت مطر السوء أفلم يكونوا يرونها بل كانوا لا يرجون نشورا. وإذا رأوك إن يتخذونك إلا هزوا أهذا الذي بعث الله رسولا إن كاد ليضلنا عن آلهتنا لولا أن صبرنا عليها وسوف يعلمون حين يرون العذاب من أضل سبيلا. صدق الله العلي العظيم. ആദരണീയരായ സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മേവരെയും പടച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന നമുക്കെല്ലാവർക്കും ഈ പ്രപഞ്ചത്തിൽ സുഖകരമായി ജീവിക്കുവാൻ പറ്റിയ സാഹചര്യം സൃഷ്ടിച്ചു തന്ന, എല്ലാ സംവിധാനങ്ങളും യഥേഷ്ടം ഒരുക്കി തന്ന, നമ്മോട് ഏറ്റവും അധികം അലിവുള്ളവനും ദയവുള്ളവനുമായ കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരിശുദ്ധമായ വാക്യങ്ങളെ ഏറ്റവും ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുവാനും പടച്ചറബിൻ്റെ ഈ ആയത്തുകൾക്കനുസരിച്ച് അവൻ്റെ നിർദ്ദേശങ്ങൾക്ക് വഴിപ്പെട്ടുകൊണ്ട്
തഖ്വയോടുകൂടെ ജീവിക്കുവാനും നമ്മെല്ലാവരെയും തുണക്കുമാറാവട്ടെ. റഹ്മാൻ റബ്ബേ, നിൻ്റെ വിശുദ്ധമായ വാക്യങ്ങൾ, ആയത്തുകൾ ഈ ഖുർആൻ പഠിക്കുവാൻ വേണ്ടി, മനസ്സിലാക്കുവാൻ വേണ്ടി ഞങ്ങൾ നടത്തുന്ന ഈ അധ്വാന പരിശ്രമങ്ങളെ നീ സ്വീകരിക്കണമേ നാഥ. ഈ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിനക്ക് തൃപ്തിപ്പെടുന്ന വിധത്തിൽ, നിൻ്റെ ഇഷ്ടം സമ്പാദിക്കുന്ന വിധത്തിൽ യഥാർത്ഥ മുഅ്മിനുകളായി ജീവിക്കുവാൻ ഞങ്ങൾ നീ തുണക്കണമേ റബ്ബേ. വിശുദ്ധ ഖുർആന്റെ പഠനത്തിന് വേണ്ടി ഇവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്ന ഈ സദസ്സിനെ നീ പ്രത്യേകമായി അനുഗ്രഹിക്കണമേ റബ്ബേ. സൂറ അൽ ഫുർഖാനിലെ 35 മുതൽ 42 വരെയുള്ള ആയത്തുകളാണ് ഇവിടെ ഇപ്പോൾ പാരായണം ചെയ്തത്. കഴിഞ്ഞ 3 ആഴ്ചകളായിട്ട് വിവിധ കാരണങ്ങളാൽ നമുക്ക് ക്ലാസ് നിർത്തിവെക്കേണ്ടി വന്നിട്ടുണ്ട്. അതിനു മുന്നേ നമ്മൾ എടുത്തത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ തൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളുമായി ആളുകളെ സമീപിച്ചപ്പോൾ മക്കയിലെ മുശ്രിക്കുകൾ അദ്ദേഹത്തെ ഏത് വിധേനയാണ് നേരിട്ടത് എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ പ്രവാചകനെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കാൻ വേണ്ടി കുറേ കഥകൾ അവർ മെനഞ്ഞുണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ആരോ പറഞ്ഞുകൊടുത്ത് അത് കേട്ടുപഠിച്ച് മുഹമ്മദ് ഇവിടെ ചൊല്ലുകയാണ് എന്ന് മാത്രമല്ല, ഈ മുഹമ്മദ് കവിയാണ്, ഭ്രാന്തനാണ്, സാഹിറാണ്, പലതരത്തിൽപ്പെട്ട ആരോപണങ്ങൾ. മാത്രമല്ല, ഖുർആനെ പറ്റി അവർ പറഞ്ഞത് എന്തുകൊണ്ടാണ് ഒറ്റയടിക്ക് ഒരുമിച്ചിറങ്ങാത്തത്? ഇത് ദൈവമാണ് ഇറക്കുന്നതെങ്കിൽ എന്താ ദൈവത്തിന് എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് അറിയില്ലേ? ഒരുമിച്ചിറക്കാമല്ലോ എന്നൊക്കെ തുടങ്ങി പലതരത്തിൽപ്പെട്ട മുട്ടുന്യായങ്ങൾ അവർ ഉന്നയിച്ച കാര്യവും അതിനൊക്കെ അക്കമിട്ട് മറുപടിയുമാണ് കഴിഞ്ഞ ആയത്തുകൾ നൽകിയത്. അതിലേറ്റവും അവസാനത്തെ ആയത്ത് ഒരു ഭീതിതമായ രംഗമാണ് നമ്മൾ മുമ്പിൽ വെച്ചത്. അത് യുഹ്ശറൂന അലാ വുജൂഹിഹിം ഇലാ ജഹന്നം. ഈ സത്യനിഷേധികൾ നരകത്തിലേക്ക് മുഖം കുത്തി വലിച്ചിഴക്കപ്പെടുന്ന, ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഒരു നാളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു താക്കീതിന്റെ സ്വരത്തിലാണ് നിർത്തിയത്. നമ്മളൊക്കെ കാലുകുത്തിയാണ് നടക്കുന്നത്. മുഖം നമ്മൾ ഏറ്റവും അഭിമാനത്തോടുകൂടെ നമ്മുടെ ഐഡന്റിറ്റി ആയിട്ട്, നമ്മുടെ തിരിച്ചറിവിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമായിട്ട് നമ്മുടെ മുഖമാണ്. ആ മുഖത്തെ ഏറ്റവും മനോഹരമായിട്ട് കൊണ്ടു നടക്കുക എന്നുള്ളത് നമ്മുടെ അഭിമാനമാണ്. അങ്ങനെ ഈ ലോകത്ത് ഭയങ്കരമായ അഹങ്കാരവുമായി നടന്ന ആളുകൾ പരലോകത്ത് അവരുടെ മുഖം കമിഴ്ത്തിയിട്ട്, മുഖം കുത്തിയിട്ട് വലിച്ചിഴച്ച് നരകത്തിലേക്ക് കൊണ്ടുവരപ്പെടുന്ന ഭീതിതമായൊരു രംഗമാണ് ഏറ്റവും അവസാനം പറഞ്ഞു നിർത്തിയത്. അതിനുശേഷമുള്ള 35 മുതൽക്കുള്ള ആയത്തുകൾ ഇവിടെ പറയുന്നുണ്ട്. മുൻഗാമികളായ പ്രവാചകന്മാരുടെ അവസ്ഥയും മറ്റൊന്നല്ല. താങ്കൾ നേരിട്ടതുപോലെയുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും പരിഹാസങ്ങളും ആ പ്രവാചകന്മാരും നേരിട്ടിട്ടുണ്ട് എന്ന് ഈ ആയത്തുകളിലൂടെ നമ്മെ ഉത്ബോധിപ്പിക്കുകയാണ്. 35-ാമത്തെ ആയത്ത് ശ്രദ്ധിക്കുക. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد آتينا موسى الكتاب وجعلنا معه أخاه هارون وزيرا فقلنا اذهبا إلى القوم الذين كذبوا بآياتنا فدمرناهم تدميرا. 35-36 ആയത്തുകൾ ഇവിടെ പറയുന്നത് നമ്മൾ മനസ്സിലായതുപോലെ തന്നെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സംഭവമാണ്. നമുക്കറിയാം, വിശുദ്ധ ഖുർആനിൽ ഏറെ തവണ പരാമർശിക്കപ്പെട്ട ഒരു പ്രവാചകനാണ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. അതേ സംബന്ധിച്ച് ഇവിടെ വീണ്ടും പറയാണ്. വളരെ വിശദമായി പല സ്ഥലങ്ങളും പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ വെറും 2 ആയത്തുകളിൽ കൃത്യമായിട്ട് കാര്യം മാത്രം പറയാണ്. എന്താ പറഞ്ഞത് നോക്ക്. വലഖദ് ആതൈന മൂസൽ കിതാബ. അർത്ഥങ്ങളൊക്കെ നമുക്ക് അറിയുന്നത് വളരെ എളുപ്പം ലളിതമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയ വാക്കുകളാണ്. വലഖദ് ആതൈന, നാം നൽകിയിട്ടുണ്ട്, മൂസാക്ക്, അൽ കിതാബ, ആ കിതാബ് വേദഗ്രന്ഥം, വജഅൽനാ മഅഹു അഖാഹു, അദ്ദേഹത്തിന്റെ കൂടെ നാം ആക്കി നിയോഗിച്ചു, അഖാഹു, അദ്ദേഹത്തിന്റെ സഹോദരനെ, ആരാത് സഹോദരൻ ഹാറൂനെ, വസീറ,
സഹായിയായിട്ട്. എന്താ പറഞ്ഞു നോക്ക്, വലഖദ് ആതൈന മൂസൽ കിതാബ വജഅൽനാ മഅഹു അഖാഹു ഹാറൂന വസീറ. മൂസാക്ക് നാം വേദഗ്രന്ഥം നൽകി. ഏതുപോലെ? ഇപ്പതാ താങ്കൾക്ക് കിതാബ് നൽകിയല്ലോ, ഇതുപോലെ മൂസാ നബിക്കും നാം ആയത്തുകൾ ഇറക്കി കൊടുത്തിട്ടുണ്ട്. ആളുകളോട് ഉത്ബോധിപ്പിക്കാൻ പറ്റിയ വിശുദ്ധമായ വാക്യങ്ങൾ മൂസാ നബിക്കും അള്ളാഹു കൊടുത്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല, മൂസാ നബിയുടെ കൂടെ ജഅൽനാ മഅഹു അഖാഹു ഹാറൂന വസീറ, അദ്ദേഹത്തിന് കൂടുതൽ കരുത്ത് നൽകിക്കൊണ്ട് ഒരു പ്രവാചകനെ കൂടി നിശ്ചയിക്കുക, അദ്ദേഹത്തിന്റെ തന്നെ സഹോദരൻ ഹാറൂനിനെ. വസീർ എന്ന് പറഞ്ഞാൽ സഹായി, മന്ത്രിക്കും പറയും നമ്മൾ, മിനിസ്റ്റർ എന്നുള്ളതിനും അറബിയിൽ വസീർ എന്ന് പറയാറുണ്ട്. റഈസുൽ വുസറ എന്ന് പറഞ്ഞാൽ പ്രൈം മിനിസ്റ്ററാണ്. വസീർ ഇദ്ദേഹത്തിന്റെ സഹായിയായിട്ട് മൂസാ നബിക്ക് പിന്തുണ നൽകുന്ന എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഈ പ്രബോധന ദൗത്യം ഏറ്റവും മനോഹരമായിട്ട് ആളുകളിലേക്ക് എത്തിക്കുവാൻ കരുത്തുള്ള രണ്ടാളുകൾ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയും ഹാറൂനും. ഇവരെ അയച്ചു. എന്നിട്ട് എന്താ പറഞ്ഞു നോക്ക്, ഫഖുൽന ദുഹബാ ഇലൽ ഖൗം. ഫഖുൽന എന്നിട്ട് നാം പറഞ്ഞു, അല്ലാഹ് പറയാണ്, നാം പറഞ്ഞു, ഇദ്ഹബാ നിങ്ങൾ രണ്ടുപേരും പോവുക. രണ്ട് പ്രവാചകന്മാർ ഒരേ സമയം. ഇദ്ഹബാ നിങ്ങൾ രണ്ടുപേരും പോവുക, ഇലൽ ഖൗം ആ ജനതയുടെ അടുത്തേക്ക്. ഏതാ ജനത? അല്ലദീന കദ്ദബൂ ബിആയാതിന, നമ്മുടെ ആയത്തുകളെ തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ജനതയുടെ അടുത്തേക്ക് നിങ്ങൾ രണ്ടുപേരും പോവുക. ഫദമ്മർനാഹും തദ്മീറ. പോവുക എന്ന് പറഞ്ഞിട്ട് പിന്നെ അടുത്ത് പറയുന്നത് എന്താ അറിയോ? ഫദമ്മർനാഹും എന്നിട്ട് നാം അവരെ തകർത്ത് തരിപ്പണമാക്കി. ദമ്മറ എന്ന് പറഞ്ഞാൽ തകർത്ത് കളയുക, നശിപ്പിക്കുക എന്നൊക്കെ പറയാം, ഇല്ലായ്മ ചെയ്യുക. തദ്മീറ ഒരു തകർക്കൽ തകർത്തു നാം. ദമ്മർനാഹും തദ്മീറ. രണ്ട് ആയത്തുകൾ ആകെ വേറൊരു ചരിത്രം പറയുന്നില്ല. അതേസമയത്ത് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം വേറെ സ്ഥലങ്ങളിൽ സവിശദമായിട്ട് പറയുന്നുണ്ട്, സവിസ്തരമായി പ്രതിപാദിക്കുന്നുണ്ട്. അതിൽ പറയുന്നുണ്ട്, മൂസാ നബിയുടെ ജനനം മുതൽക്കേ പറയുന്നുണ്ട്. അദ്ദേഹത്തെ ഉമ്മ ആ പെട്ടിയിലാക്കി നദിയിൽ ഒഴുക്കിയത്, എന്തുകൊണ്ട് നദിയിൽ ഒഴുക്കി, അദ്ദേഹത്തെ കൊട്ടാരത്തിൽ എടുത്ത് വളർത്തപ്പെടുന്നത്, അവിടെയുള്ള സംഭവ വികാസങ്ങൾ, അവിടുന്ന് അദ്ദേഹം നാട് വിടുന്നത്, പിന്നെ തിരിച്ച് പ്രവാചകനായിട്ട് തിരിച്ച് വീണ്ടും ഫിർഔന്റെ അടുത്തേക്ക് വരുന്നത് ഒക്കെ വിശദമായിട്ട് പറയുന്നുണ്ട്. ഫിർഔനുമായിട്ടുള്ള സംവാദത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അവിടെ പറയുന്നുണ്ട്, നീ ഒരു സാഹിറാണ്, നിന്നേക്കാൾ മികച്ച സാഹിറുകൾ ഈ നാട്ടിലുണ്ട്, നീ സാഹിറാണ്, ഞാൻ തെളിച്ചേറാം എന്നൊക്കെ ഫിർഔൻ വെല്ലുവിളിക്കുന്നുണ്ട്. അവർ തമ്മിലുള്ള മത്സരമൊക്കെ പറയും. ഇവിടെ ഒന്നും പറയുന്നില്ല. ഇവിടെ ആകെ പറയുന്നത് എന്താ അറിയോ? ഇതാ ഇപ്പൊ ആരോടെ ഇത് പറയുന്നത്? മക്കയിലെ മുശ്രിക്കുകള് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അംഗീകരിക്കാൻ കൂടെ എന്താണോ ഇതൊക്കെ വെറുതെ എന്തോ കെട്ടുകഥകളാണ്. ഇപ്പോ ഈ കാലത്ത് നമ്മൾ ദീനിനെ സംബന്ധിച്ച് പറഞ്ഞാൽ, മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ച് പറഞ്ഞു കൊടുത്താൽ, അള്ളാഹുവിനെ സംബന്ധിച്ചും പ്രവാചകനെ സംബന്ധിച്ചും പറഞ്ഞാൽ പുച്ഛിച്ചു തള്ളുന്ന ധാരാളം ആളുകളുണ്ട്. അവർ പറയാൻ എന്താ വെച്ചാൽ, എന്ത് കെട്ടുകഥയാണ് ഈ കാലത്താണോ നിങ്ങൾ ഈ പുതിയ കാലത്തൊക്കെ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുക, ഏതോ നൂറ്റാണ്ടിൽ ആളുകൾ എഴുതിയുണ്ടാക്കിയ കഥകൾ എന്ന് പറയും. അങ്ങനെ പറഞ്ഞ് തള്ളിക്കളഞ്ഞവരോട് പ്രവാചകനോട് ഉദ്ധരിക്കാൻ വേണ്ടി പറയാൻ, നിങ്ങൾ നോക്കുക, ഒന്ന് മൂസ. അത് പറയുമ്പോൾ അവർക്ക് അറിയാത്ത പ്രവാചകനല്ലത്. അവർക്ക് മൂസാ നബിയിൽ വിശ്വസിക്കുന്ന, മൂസാ നബി പ്രവാചകനാണെന്ന് അംഗീകരിക്കുന്ന ആളുകളും കുറച്ചൊക്കെ അവിടെയുണ്ട്. അവരെ സംബന്ധിച്ച് അവരിൽ നിന്ന് ഇവർ കേട്ടിട്ടുണ്ട് മൂസാ നബിയെ സംബന്ധിച്ച്. ഇവിടെ പ്രവാചകൻ മുഖാന്തരം ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത് എന്താ അറിയോ? നിങ്ങൾ കരുതിയിരിക്കണം, ഇതുപോലെ ഞാൻ നിങ്ങളിലേക്ക് വന്നതുപോലെ മൂസായും ഹാറൂനും ആ ജനതയിലേക്ക് വന്നപ്പോ അവരെ തള്ളി പറഞ്ഞപ്പോ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ രണ്ട് വാക്കാ ഉപയോഗിച്ച്, ദമ്മർനാഹും തദ്മീറ. ഒരു വാക്കിന്റെ രണ്ട് ഭാഗ. അവരെ നാം ആകെ തകർത്ത് തരിപ്പണമാക്കി. എന്താ ചെയ്തത് നമുക്കറിയാം. മൂസാ നബിയെയും ഹാറൂനെയും നിരന്തരം, ഇത് ഒരു ദിവസം കൊണ്ട് സംഭവിച്ചതല്ല. ഒരു ദിവസം രണ്ടുപേരും കൂടെ കൊട്ടാരത്തിൽ ചെന്ന് പ്രബോധനം ചെയ്തു, അവരംഗീകരിച്ചില്ല, അന്ന് വൈകുന്നേരം നശിപ്പിച്ചതൊന്നുമല്ല. എത്രയോ കാലങ്ങളുണ്ട്, എത്രയോ ദിവസങ്ങൾ എടുത്തിട്ടുണ്ട്, എത്രയോ വർഷങ്ങൾ എടുത്തിട്ടുണ്ട്. അവർ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തി, പരിഹസിച്ച് തള്ളി, പലതരത്തിൽപ്പെട്ട വാദപ്രതിവാദങ്ങൾ സംഘടിപ്പിച്ചു, പല രൂപത്തിൽ. അവർ അവസാനം ഈ പ്രവാചകനെയും കൂട്ടരെയും ഇവിടെ ജീവിക്കാൻ വിടില്ലെന്ന് അധികാരി വർഗം കൂടിയാണ് ഫിർഔൻ. അവരുടെ അടുത്താണ് രാജ്യം മുഴുവൻ, അവരാണ് നിയന്ത്രിക്കുന്നത്, അവരുടെ അടുത്താണ് സൈന്യമുള്ളത്, അവരുടെ അടുത്താണ് എല്ലാ ആയുധ സാമഗ്രികളും ഉള്ളത്. അവര് ഈ പ്രവാചകനെ നശിപ്പിക്കുമെന്ന് വെല്ലുവിളിച്ച സമയത്ത് അള്ളാഹു എന്താ ചെയ്തതെന്നറിയോ? ആരെയാ നശിപ്പിച്ചത്? ഈ പ്രവാചകനെ അല്ല.
അദ്ദേഹത്തിൽ വിശ്വസിച്ച അനുയായികളല്ല, മറിച്ച് ഈ അക്രമികളായ പ്രവാചകനെ തള്ളിക്കളഞ്ഞ ആളുകളെയാണ് നാം നശിപ്പിച്ചത് എന്ന് എടുത്തു പറയുക. ഇത് ഒരു താക്കീതാണ് മക്കയിലെ മുശ്രിക്കുകൾക്ക്. അടുത്ത് നോക്ക്, فقلنا اذهبا إلى القوم الذين كذبوا بآياتنا فدمرناهم تدميرا وقوم نوح لما كذبوا الرسل أغرقناهم وجعلناهم للناس آية وأعتدنا للظالمين عذابا أليما. ഉദാഹരണം നിർത്തുന്നില്ല, ഇനി ഒരു ഉദാഹരണം കൂടി പറയാം. വഖൗമ നൂഹിൻ, എന്താ? നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജനത, നൂഹിന്റെ ജനത. ലമ്മ അവരെയും നാം നശിപ്പിച്ചിട്ടുണ്ടെന്നാ പറയും. വഖൗമ നൂഹിൻ എപ്പോ? ലമ്മ കസ്സബു അർറുസുൽ, ആ നൂഹിന്റെ ജനത ലമ്മ കസ്സബു കളവാക്കിയപ്പോൾ, അർറുസുല പ്രവാചകന്മാരെ, ദൂതന്മാരെ. അർറസൂൽ എന്നല്ല പറഞ്ഞത്, അർറുസുൽ എന്നാണ്. ദൂതന്മാരെ കളവാക്കിയപ്പോൾ അവരെയും നശിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെ നശിപ്പിച്ചത്? അഗ്റഖ്നാഹും, അവരെ നാം മുക്കിയൊടുക്കി. അഗ്റഖ്നാഹും, വലിയ പ്രളയത്തിൽ മുക്കിയൊടുക്കി. വജഅൽനാഹും, അവരെ നാം ആക്കി, ലിന്നാസ്, മുഴുവൻ ജനങ്ങൾക്കും, ആയ, ഒരു പാഠമാക്കി, എല്ലാവർക്കുമുള്ള ഗുണപാഠമാക്കി. വഅഅ്തദ്നാ ലിൽളാലിമീൻ, മാത്രമല്ല ഈ അതിക്രമകാരികൾക്ക് നാം ഒരുക്കി വെച്ചിട്ടുണ്ട് അദാബൻ അലീമ, വേദനയേറിയ ശിക്ഷ. ആദ്യം പറഞ്ഞത് മൂസാ നബിയും ഹാറൂനും, പിന്നെയാണ് നൂഹിനെ പറ്റി പറയുന്നത്. വിശുദ്ധ ഖുർആൻ ഇവിടെ പറയുന്നത് ഒരു ക്രോണോളജിക്കൽ ഓർഡറിലൊന്നുമല്ല, കൃത്യമായിട്ട് ഒരു കാലഗണന അനുസരിച്ചല്ല പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യം പറയേണ്ടത് നൂഹിനെയാണ്, അതിനും കുറെ കാലങ്ങൾക്ക് ശേഷമാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നത്. അങ്ങനെയൊന്നുമല്ല. ഇവർക്കൊരു പക്ഷേ ഏറ്റവും സുപരിചിതനാണ്, തൊട്ടടുത്തുള്ള ആളാരാ? മൂസയാണ്. അങ്ങനെ അത് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവാം. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഒരു പ്രത്യേകമായ ഒരു കാര്യം ഉദ്ദേശിച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളുടെയും യുക്തി അത് ഇന്നതാണ് എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. മൂസാ നബിയെ പറഞ്ഞതിന് ശേഷം ഇവിടെ നൂഹിനെ പറ്റി പറയാണ്. നൂഹിന്റെ ജനതയെയും നാം നശിപ്പിച്ചു, തകർത്തു കളഞ്ഞു. എപ്പോഴാ? ലമ്മ കസ്സബു അർറുസുല, അവർ പ്രവാചകന്മാരെ കളവാക്കിയപ്പോൾ. നാം ശരിക്കും നൂഹ് ഒരു പ്രവാചകനാണല്ലോ, ഒരു റസൂല. കസ്സബു അർ റസൂൽ എന്ന് പറയുന്ന പോലെ കസ്സബു അർ റുസുൽ എന്നാ പറഞ്ഞത്. റുസുൽ എന്ന് പറഞ്ഞാൽ റസൂലിന്റെ ജംആണ്, ബഹുവചനമാണ്. പ്രവാചകന്മാരെ കളവാക്കിയപ്പോൾ എന്ന് പറഞ്ഞാൽ ലോകത്ത് വന്ന അള്ളാഹു അയച്ച പ്രവാചകന്മാരിൽ ഏതെങ്കിലും ഒരു പ്രവാചകനെ ആരെങ്കിലും കളവാക്കിയാൽ അയാൾ മുഴുവൻ പ്രവാചകന്മാരെയും കളവാക്കിയതിന് തുല്യമാണ്. നിങ്ങൾ കേട്ടില്ലേ? ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലി ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലി. പ്രവാചകന്മാരിൽ വിശ്വസിക്കാറുള്ളത് അറിയോ? നമ്മൾ മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ മാത്രം വിശ്വസിച്ചാൽ പോരാ, എല്ലാ പ്രവാചകന്മാരും വിശ്വസിക്കണം. ആദം മുതൽ നമുക്കറിയുന്ന അള്ളാഹു പറഞ്ഞ 25 പ്രവാചകന്മാരുടെ പേര് ഖുർആനിൽ പറയുന്നുണ്ട്. പറയാത്തത് ഇഷ്ടം പോലെയുണ്ട്. 1,25,000 എന്നൊക്കെ പറയുന്നു കണക്ക്. അള്ളാഹു ആലം എല്ലാ സമുദായത്തിലെയും പ്രവാചകന്മാർ അയച്ചിട്ടുണ്ട്. നമുക്ക് പ്രവാചകനാണെന്ന് അള്ളാഹു അറിയിച്ചു തന്ന ആളുകളെ ഓരോ പ്രവാചകൻ നമ്മൾ അംഗീകരിക്കാൻ ബാധ്യസ്ഥരാണ്. അതിൽ ഇന്ന ആളെ ഞാൻ അംഗീകരിക്കൂലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ, മൂസായെ ഞാൻ അംഗീകരിക്കൂല, ഈസയെ അംഗീകരിക്കൂല എന്നൊക്കെ പറഞ്ഞാൽ അത് എല്ലാ പ്രവാചകന്മാരെയും തള്ളിപ്പറയുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് നൂഹ് നബിയെ തള്ളിപ്പറഞ്ഞ ആളുകളെ പറ്റി ഖുർആൻ എന്താ പറഞ്ഞതോ? ലമ്മ കസ്സബു റുസുൽ, അവർ പ്രവാചകന്മാരെ തള്ളിക്കളഞ്ഞപ്പോൾ. നാം വേറൊരു വ്യാഖ്യാനം കൊടുക്കാം. കാരണം ഇവർ പറയുന്നത് മനുഷ്യൻ പ്രവാചകനാവാൻ പാടില്ല എന്നാണ്. മനുഷ്യൻ പ്രവാചകനാവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ വന്ന പ്രവാചകർ അത്രയും മനുഷ്യരാണ്. അപ്പൊ അങ്ങനെ ഇവർ വാദം ഉന്നയിക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ സകല പ്രവാചകരെയും ഇവർ തള്ളിക്കളഞ്ഞു എന്നാണ്. ലമ്മ കസ്സബു റുസുൽ, എന്താ ചെയ്തത് ഇവരെ? അഗ്റഖ്നാഹും, നമുക്കറിയാം മഹാപ്രളയം. ലോകത്തെ ഈ ആകെ പിന്നീട് അവശേഷിച്ചത് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയും അദ്ദേഹത്തിന്റെ കൂടെ വിശ്വാസികളായിട്ട് ആ കപ്പലിൽ കയറിയ
വളരെ തുച്ഛം വരുന്ന ആളുകളും മാത്രം. ബാക്കി സകലതും നശിപ്പിക്കപ്പെട്ടു. മഹാപ്രളയം. ആ പ്രളയം എന്നും ലോകത്തുള്ള മുഴുവൻ ജനതക്കും ഒരു ആയത്താണ് എന്ന് കൂടെ അല്ലാഹു പറഞ്ഞു. വജഅൽനാഹും ലിന്നാസി ആയ വഅഅതനാ ലിൽളാലിമീന അദാബൻ അലീമ. രണ്ട് ജനതയെ പറഞ്ഞിട്ട് പറയാണ്, ഈ ലാലിമുകൾക്ക് നിങ്ങൾ വിചാരിച്ചോ ഇതോടുകൂടി തീർന്നു? ഇല്ല. അഅതന, നാം ഒരുക്കി വെച്ചിട്ടുണ്ട്, ലിൽളാലിമീൻ, അതിക്രമകാരികളായ ആളുകൾക്ക്, അദാബൻ അലീമ, വേദനയേറിയ ശിക്ഷ വേറെ ഉണ്ട്. പ്രളയം കൊണ്ട് അവസാനിച്ച ദുനിയാവൊന്ന് തീർന്നിട്ടേ ഉള്ളൂ. ബാക്കി പരലോക ശിക്ഷയെ സംബന്ധിച്ച പറയുന്നത് അഅതന ലിൽളാലിമീന അദാബൻ അലീമ. നോക്കുക അടുത്തത്, വഅദൻ വസമൂദ വഅസ്ഹാബർ റസ്സ് വഖുറൂനൻ ബൈന ദാലിക കസീറാ. അടുത്തത് നമുക്കറിയുന്നതാ, ആദ് വആദൻ, ആദിനെയും നാം നശിപ്പിച്ചു. ദമ്മർനാഹും എന്നുള്ള വാക്ക് ഇവിടേക്ക് വരിക. ആദിനെയും വസമൂദ, സമൂദിനെയും, വഅസ്ഹാബർ റസ്സ്, റസ്സുകാരെ, അസ്ഹാബർ റസ്സ്, വഖുറൂനൻ ബൈന ദാലിക കസീറ, മാത്രമല്ല അവക്കിടയിലുള്ള ധാരാളക്കണക്കിന് തലമുറകളെയും, ഖുറൂൻ നൂറ്റാണ്ടുകൾ, തലമുറകൾ എന്നൊക്കെ പറയാം. വഖുറൂനൻ ബൈന ദാലിക കസീറ, അവക്കിടയിൽ വന്ന ധാരാളക്കണക്കിന് തലമുറകളെയും നശിപ്പിച്ചു. ആരൊക്കെ പറഞ്ഞു നോക്ക്. ആദ്യം പറഞ്ഞ ചരിത്രം മൂസാ നബിയുടേത്, അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഹാറൂൻ, അവർ പ്രവാചകന്മാരാണ്. ആ വന്ന ജനത, ആ പ്രവാചകന്മാർ വന്ന ജനത ആ പ്രവാചകന്മാരെ എങ്ങനെ കൈകാര്യം ചെയ്തു. അപ്പൊ അള്ളാഹു എന്താ ചെയ്തത്? ഊന്നൽ കൊടുത്തത് അവരെങ്ങനെ ചെയ്യുന്നല്ലോ, അവരെ തകർത്തു കളഞ്ഞു. രണ്ടാമത്തതില് നൂഹിന്റെ ജനത അദ്ദേഹത്തോട് അനുവർത്തിച്ചപ്പോൾ, ഈ നിലപാട് നിങ്ങളിപ്പോ പ്രവാചകനോട് അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നിലപാടുകൾ അനുവർത്തിച്ചപ്പോ അവരെ നശിപ്പിച്ചതിനെ പറ്റി പറഞ്ഞു. അള്ളാഹു നശിപ്പിച്ച കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നോക്ക്, പിന്നെ പറയുന്നത് ആദ്, സമൂദ്, അസ്ഹാബുർ റസ്സ്, ഖുറൂനൻ കസീറ. ആരൊക്കെയാണ്? ആദ് നമുക്കറിയാം, ഖുർആനിൽ പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. സമൂദ് അതിനെപ്പറ്റി പരാമർശമുണ്ട്. പിന്നെ അസ്ഹാബുർ റസ്സ് രണ്ട് സ്ഥലങ്ങളിലാണ് അവരെ പറ്റി ഖുർആൻ പറയുന്നത്. ഖുറൂനൻ ബൈന ദാലിക കസീറ, വേറെയും പേര് പറയാത്ത, നമുക്കറിയാത്ത നിരവധി തലമുറകളെയും നശിപ്പിച്ചിട്ടുണ്ട്. ആയത് നമുക്കറിയാം. ആയതിനെ സംബന്ധിച്ച് ഖുർആനിൽ പറയുന്നുണ്ട്, ഇറമ ദാത്തിൽ ഇമാദ് അല്ലതി ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ്. ആയതിനെ പറ്റി ഖുർആൻ പറഞ്ഞെന്താ അറിയോ? അവര് ഇറം ഗോത്രം, ദാത്തുൽ ഇമാദ് എന്ന് പറഞ്ഞാൽ വലിയ തൂണുകൾ, കോളംസ്. നമുക്കറിയാം ബിൽഡിങ്ങുകളൊക്കെ കോളം കെട്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക ആർക്കിടെക്ചർ അവർ ഉപയോഗിച്ചത്. ആ കോളങ്ങളുടെ വലിയ വലിയ തൂണുകളുടെ ഉടമകളായ ഇറം ഗോത്രം. ഖുർആൻ പറയുന്നത് അവരെ പറ്റിയിട്ട്, ആ മനുഷ്യന്മാരുണ്ടല്ലോ, ആജാനബാഹുക്കൾ, ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ്, അങ്ങനെ ഒരു മഖ്ലൂക്ക് ഈ നാട്ടിൽ ഏടി ഉണ്ടായിട്ടില്ല. പറയുന്നത് നമ്മളാരുമല്ല, അള്ളാഹു പറയാ. അള്ളാഹുയാണ് എല്ലാവരും സൃഷ്ടിക്കുന്നത്. സകല മനുഷ്യരെയും സൃഷ്ടിച്ച് അള്ളാഹു പറയാണ്, ആദ് വർഗത്തെ പോലെയുള്ള ഒരു മനുഷ്യർ വേറെ സൃഷ്ടിക്കപ്പെട്ടില്ല, പടക്കപ്പെട്ടില്ല. യുഖ്ലഖ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മഖ്ലൂക്ക് ഇല്ല. നോക്കുക, അത്രമാത്രം കഴിവും ശേഷിയുള്ള വിഭാഗം. എന്താ അള്ളാഹു ചെയ്തത്? സൂറത്തുൽ ഹാഖയിൽ പറയുന്നുണ്ട് അല്ലേ, സബ്അ ലയാലിൻ വസമാനിയത അയ്യാമിൻ ഹുസൂമ ഫതറൽ ഖൗമ ഫീഹാ സർഅ കഅന്നഹും അഅജാസു നഖ്ലിൻ ഖാവിയ ഫഹൽ തറാ ലഹും മിൻ ബാഖിയ. ഖുർആൻ ചോദിക്കുന്നുണ്ട് അവിടെ, ആ വിഭാഗത്തെ അള്ളാഹു നശിപ്പിച്ചു. ഫഅമ്മ ആദുൻ ഫഉഹ്ലികു ബിരിയഹിൻ സർസറിൻ ആതിയ സഖറഹാ അലൈഹിം സബ്അ ലയാലിൻ വസമാനിയത അയ്യാമിൻ ഹുസൂമ. 8 പകലുകൾ 7 രാവുകളും തുടർച്ചയായി വീശിയടിച്ച കൊടുങ്കാറ്റിലൂടെ ആ വിഭാഗത്തെ നശിപ്പിച്ചു. ആജാനബാഹുക്കളായ മനുഷ്യർ. അങ്ങനത്തെ ആളുകൾ ഉണ്ടായിട്ടില്ല. നമുക്കറിയാം, ശരീരപ്രകൃതം എന്ന് പറയുന്നത് നമ്മുടേതൊക്കെ കുറച്ച് 6 അടി ഉള്ള ആൾക്കാരാ, ചെറിയ കുറഞ്ഞ് വെയിറ്റൊക്കെ നമുക്കുള്ളൂ. മറ്റൊരങ്ങനെയല്ല, വല്ലാത്ത മനുഷ്യന്മാര്. അവര് വീണ് കിടക്കുന്നതിനെ പറ്റിയായിട്ട് ഖുർആൻ പറയും, കഅന്നഹും അഅജാസു നഖ്ലിൻ ഖാവിയ. നഖ്ൽ എന്ന് പറഞ്ഞാൽ ഈത്തപ്പനയാ. നമുക്ക് നമ്മൾ ഒരു മനുഷ്യൻ, നമ്മുടെ ഒരു മനുഷ്യനും നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു മനുഷ്യനും ഈത്തപ്പനെ കമ്പയർ ചെയ്ത് നോക്ക്.
അഅ്ജാസു നഖ്ലിൻ ഖാവിയ, കടപുഴകിയ ഈത്തപ്പന പോലെ മറിഞ്ഞു കിടക്കുക. 7 ദിവസം തുടർച്ചയായിട്ട് അടിച്ച, 8 പകലുകളും 7 രാവും അടിച്ച് വീശിയടിച്ച ആ കാറ്റിലൂടെ അള്ളാഹു നശിപ്പിച്ചു. സമൂദ് ഗോത്രത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. സമൂദിന്റെ പ്രത്യേകത പറയുന്നത് അവര് സകല വഴികളിലും സകല താഴ്വരകളിലും ജാബു അസ്സഹർ, പാറകൾ തുരക്കുക. പാറകൾ തുരന്നിട്ട് നല്ല ഗംഭീരമായ വീടുണ്ടാക്കുക. പാറ വെട്ടിക്കൊണ്ടുവന്ന് വേറെ നമ്മൾ ഉണ്ടാക്കും പോലെ വെട്ടിക്കൊണ്ടുവന്ന് ബോളറാക്കിയിട്ട് അതിങ്ങനെ കെട്ടിപ്പടുത്തുണ്ടാക്കുന്നതല്ല. പാറക്കകത്ത അവരുടെ വീട്, ബാക്കി അവിടുത്തെ ഒഴിവാക്കുകയാണ്. പാറയെ വീടാക്കി മാറ്റിയ ജാബു സഹ്റ ബിൽവാദ്, അങ്ങനെ താമസ സമൂദ് ഗോത്രം എന്താ ചെയ്തത്? അവരെ വലിയ ഘോരമായ ശബ്ദം കൊണ്ട് അവരെ ആകെ തരിപ്പണമാക്കി കളഞ്ഞു, തകർത്ത് കളഞ്ഞു. ഇവിടെ പറയുന്ന വേറൊരു വിഭാഗം അസ്ഹാബുർ റസ് ആണ്. നമുക്കറിയാം ആദിലേക്ക് വന്ന പ്രവാചകനാണ് ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാം. ആദ് ഗോത്രത്തിന്റെ പേരാ. അതുപോലെ സമൂദ് ഗോത്രം, ആ വിഭാഗത്തിലേക്ക് വന്ന പ്രവാചകനാണ് സ്വാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാം. മൂന്നാമത് ഇവിടെ പറയുന്നത് അസ്ഹാബുർ റസ് എന്നാണ്. വേറൊരു സ്ഥലത്തു കൂടി ഖുർആൻ അത് പറഞ്ഞു, അസ്ഹാബുർ റസ്. റസ് എന്ന വാക്കിനർത്ഥം കിണർ എന്നാണ്, കിണർ, വെൽ. അസ്ഹാബുർ റസ് എന്ന് പറഞ്ഞ വിഭാഗത്തെ സംബന്ധിച്ച് അതാരാണ്, ഏത് പ്രദേശത്താണ് അവരുണ്ടായിരുന്നത്, അവരിലേക്ക് വന്ന പ്രവാചകൻ ആര് എന്നതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായ ഒരു രൂപം ആർക്കും ലഭിച്ചിട്ടില്ല. ആർക്കും അറിയില്ല ആരാണ് ആ വിഭാഗമെന്ന്. നമുക്കറിയാത്ത ഇഷ്ടം പോലെ വിഭാഗങ്ങൾ വേറെ ഉണ്ടാവാം. പക്ഷെ അസ്ഹാബുർ റസ് എന്ന വാക്കിനർത്ഥം കിണറിന്റെ ആളുകൾ എന്നാണ്. പൊട്ടക്കിണർ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. ഇത് ഒരുപക്ഷെ ഇതിന് ഏറ്റവും ശരിയായ ഒരു വ്യാഖ്യാനമായിട്ട് കൊടുക്കുന്നത് ഈ വിഭാഗത്തിൽ തങ്ങളിലേക്ക് വന്ന പ്രവാചകനെ കിണറ്റിലേക്ക് എറിഞ്ഞു കൊന്ന വിഭാഗം എന്ന അർത്ഥത്തിലാണ് അസ്ഹാബുർ റസ് എന്ന് അവർക്ക് പേര് കൊടുത്തത്. ഏതായാലും ശരി, ആദ് തങ്ങളുടെ പ്രവാചകനായ ഹൂദിനോട് ചെയ്തതുപോലെ, സമൂദ് തങ്ങളുടെ പ്രവാചകനായ സ്വാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാമയോട് ചെയ്തതുപോലെ, ഈ വിഭാഗവും അസ്ഹാബുർ റസും തങ്ങളിലേക്ക് ആഗതനായ പ്രവാചകനെ നിഷ്കരുണം തള്ളിക്കളഞ്ഞവരാണ്, കൊന്നൊടുക്കിയതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്താ അവർക്കൊക്കെ സംഭവിച്ചത്? വളരെ സംക്ഷിപ്തമായിട്ട് ഖുർആൻ പറയാണ്. മാത്രമല്ല അതിനുശേഷം പറയാണ് ഈ ആദിനും റസ്സിനും ഇടക്ക് ഖുറൂനൻ കസീറ, ധാരാളം തലമുറകൾ വേറെ ഉണ്ടാക്കി. നമുക്കറിയില്ല, പേര് പോലും അറിയില്ല, എവിടെ ജീവിച്ചത് പോലും അറിയില്ല. ഒരുപക്ഷെ നമ്മൾ ജീവിക്കുന്നിടത്ത് വേറെ ഏതോ നശിപ്പിക്കപ്പെട്ട തലമുറ ഉണ്ടായിരുന്നേക്കാം, പറയാൻ കഴിയില്ല. അവരെയൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് പറയും നോക്ക്, എല്ലാവരും ഈ പറഞ്ഞ വിഭാഗങ്ങളെ ഒക്കെ, പേര് പറഞ്ഞവരും പറയപ്പെടാത്തവരുമായ കുല്ലൻ എല്ലാവരെയും, ലറബ്നാ ലഹുൽ അംസാൽ, അവർക്കെല്ലാവർക്കും നാം അംസാൽ, ലറബ മസല എന്ന ഉദാഹരണം പറഞ്ഞു. ലറബ്നാ ലഹു, അവർക്ക് നാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അൽ അംസാൽ, കാര്യങ്ങൾ വിശദമാക്കി കൊടുത്തിട്ടുണ്ട്, ഉദാഹരണം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് സമൂദിനോട് പറയുമ്പോൾ അവരോട് പറയും ആദിന്റെ ഉദാഹരണം പറഞ്ഞിട്ടുണ്ടാവും, അവർക്ക് നൂഹിന്റെ കഥ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. ഇങ്ങനെ ഓരോ വിഭാഗത്തോടും മൂസാ നബിയുടെ ആളുകൾക്ക് അതിനു മുമ്പുള്ള പ്രവാചകന്മാരുടെ കാര്യം പറഞ്ഞു കൊടുക്കും. ഓരോരുത്തർക്കും മുന്നേയുള്ള കഥകൾ വിവരിച്ചു കൊടുത്തിട്ടുണ്ട്. ഏതുപോലെ ഇപ്പൊ ഇതാ ഞാൻ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലെ മുശ്രിക്കുകൾക്ക് പറഞ്ഞു കൊടുത്തതുപോലെ, നമ്മളിവിടെ പറയുന്നത് പോലെ ഖുർആൻ ചരിത്രം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഖുർആൻ ചരിത്രം പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മളത് പരീക്ഷ എഴുതി പാസ്സാവാനല്ല. നമ്മൾ ചരിത്രം പഠിക്കുന്നത് ഏതൊക്കെയോ സമൂഹങ്ങളുടെ ചരിത്രം നമ്മൾ പഠിച്ചു വെക്കും. അങ്ങനെ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഉണ്ടായിരുന്നു, അതിൽ ഗവേഷണം നടത്തും. അതൊരു പക്ഷേ നമ്മുടെ പ്രബന്ധങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ വിവരങ്ങൾ ജസ്റ്റ് കൈമാറുക, ഒരു ഇൻഫർമേഷൻ അങ്ങോട്ട് കൈമാറുക, അതിലെ ട്രാൻസാക്ഷൻ മാത്രമാണ്. ഖുർആൻ ഇൻഫർമേഷൻ നമുക്ക് ഇങ്ങോട്ട് ട്രാൻസാക്ട് ചെയ്യല്ല ചെയ്യുന്നത്. ഒരു വിവരം കൈമാറുക മാത്രമല്ല ഖുർആൻ ചെയ്യുന്നത്. പരിശുദ്ധ ഖുർആൻ എന്നെയും നിങ്ങളെയും ഒക്കെ ഈ ചരിത്രം പറഞ്ഞുകൊണ്ട് ചിന്തിപ്പിക്കുകയാണ്. അല്ലയോ സുഹൃത്തെ, ആലോചിക്കൂ, നീ ജീവിക്കുന്ന ഈ ലോകത്ത് വേറെയും കുറെ ആളുകൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. നിന്നേക്കാളൊക്കെ ഏറെ അതിശക്തരായ വിഭാഗം, നിന്നേക്കാളൊക്കെ വ്യത്യസ്തമായ മേഖലയിൽ കഴിവ് തെളിയിച്ച വിഭാഗം, അവരെവിടെ പോയി?
എന്തുകൊണ്ട് അവർ നശിപ്പിക്കപ്പെട്ടു? അതുകൊണ്ട് പാഠം ഉൾക്കൊള്ളുക സുഹൃത്തെ എന്നാണ് ഖുർആൻ പറയുന്നത്. പാഠം ഉൾക്കൊള്ളുക. ആ പാഠം ഉൾക്കൊള്ളാൻ വേണ്ടി ഖുർആൻ പറയുന്നു, നോക്ക്, കുല്ലൻ ലറബ്നാ ലഹുൽ അംസാൽ, എല്ലാ വിഭാഗത്തിനും നാം ഉദാഹരണങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. വകുല്ലൻ തബ്ബർനാ തത്ബീറ. കണ്ടോ, നേരത്തെ ദമ്മർനാ തദ്മീറ എന്ന് പറഞ്ഞു, ഇവിടെ പറഞ്ഞത് തബ്ബർനാ തത്ബീറ. രണ്ടും അർത്ഥം ഒന്നാ. എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുക, തകർക്കുക. ചെറിയൊരു വ്യത്യാസം പണ്ഡിതന്മാർ പറയുന്നുണ്ട്. തബ്ബർന തത്ബീറ എന്ന് പറഞ്ഞാൽ ഒന്നും ബാക്കിയില്ലാതെ പൂർണ്ണമായിട്ട് നശിപ്പിക്കുക, ഒരടയാളം പോലും ബാക്കിയില്ലാതെ നിശേഷം നശിപ്പിച്ച് കളയാം. തബ്ബർന തത്ബീറ. മറ്റത് ചിലപ്പോൾ അതിൻ്റെ ആദ്യത്തിലുള്ള ആ സമൂഹത്തെ തകർക്കുക, അവരുടെ നിർമ്മാണങ്ങളെ തകർക്കുക, ആ ജനതയെ തകർത്താൽ കഴിഞ്ഞു. ഒന്നും ബാക്കിയില്ലാത്ത വിധത്തിൽ തകർക്കുക, തബ്ബർന. ഇങ്ങനെ ചെറിയൊരു വ്യത്യാസം പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഏതായാലും പൂർണ്ണമായിട്ടും വരെ തകർത്ത് കളഞ്ഞു, തകർത്ത് തരിപ്പണമാക്കി. ഇതാരോടാ പറയുന്നത്? നിരന്തരമായി ഈ പ്രവാചകനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്ന, നിഷേധിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പറയുകയാണ്, കേട്ടോളൂ, പഠിച്ചോളൂ. ഇതാ നിങ്ങൾക്കുമുള്ള മുൻഗാമികൾ. തീർന്നില്ല, ഒരു വിഭാഗത്തെ കൂടി പറയുന്നു. ഏതാ നോക്ക്. വലഖദ് അതൗ അലൽ ഖറിയത്തില്ലതി ഉംതിറത് മതറസ്സൗ അഫലം യകൂനു യറൗനഹാ ബൽ കാനൂ ലാ യർജൂന നുശൂറാ. ഒരു കൂട്ടരെ കൂടി പറഞ്ഞു കൊടുക്കുക. അതാരാന്നറിയോ? നോക്ക്. വലഖദ് അതൗ, തീർച്ചയായിട്ടും അവർ ചെന്നിട്ടുണ്ട്, അവർ വന്നിട്ടുണ്ട്. ആര്? അതൗ എന്ന് പറഞ്ഞാൽ ഒരു വന്നു. അലൽ ഖറിയ, എവിടെ? ആ നാട്ടിൽ, ആ ഒരു നാട്ടിൽ അല്ലെങ്കിൽ ആ രാജ്യത്ത് അവർ വന്നിട്ടുണ്ട്. ഏതാ നാട്? നോക്ക്. അല്ലത്തി ഉംതിറത്. മതർ എന്ന് പറഞ്ഞാൽ മഴയാണ്. ഉംതിറത്, മഴ വർഷിക്കപ്പെട്ട നാട്ടിൽ. ഏത് മഴ? മതറസ്സൗ. നമുക്കൊക്കെ മഴ കിട്ടാറുണ്ട്, അത് മഴക്കാലമാണല്ലോ, അത് നല്ല അനുഗ്രഹത്തിന്റെ മഴയാ. പക്ഷെ മതറസ്സൗ എന്ന് പറഞ്ഞത് ചീത്ത മഴയാ, ദുർമഴ, അല്ലെങ്കിൽ ഒരു ദുരിതത്തിന്റെ പെയ്ത്ത്. അതാണ് അല്ലതി ഉംതിറത്, അല്ലതി ഉംതിറത് മതറസ്സൗ. ദുരിതമഴ വർഷിച്ച ആ നാട്ടിൽ അവർ വന്നിട്ടുണ്ട്. നാടിന്റെ പേര് പറയുന്നില്ല, പ്രവാചകന്റെ പേര് പറയുന്നില്ല, അണ്ടർസ്റ്റുഡാ. വിശുദ്ധ ഖുർആൻ വേറെ സ്ഥലത്തും ഈ മഴയെ പറ്റി പറയുന്നുണ്ട്. കൽമഴ വർഷിച്ചു. അംതർന അലൈഹിം ഹിജാറത്തം മിൻ സിജ്ജീൽ എന്ന് പറയുന്നത് ചൂളക്ക് വെച്ച കല്ലുകൾ കൊണ്ട് അവരെ വർഷിച്ചു എന്ന്. അത് ലൂത്ത് ജനതയുടെ നാശത്തെ സംബന്ധിച്ച. ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം, പ്രവാചകൻ ലൂത്തിന്റെ ജനതയെ പറ്റി ഇതാ പറയുന്നത്. അവരെ നശിപ്പിച്ചത് ഒരു മഴ, കൽമഴ വർഷിച്ചിട്ട്. അത് മാത്രമല്ല, അവരുടെ നാടിനെ ജഅൽന ആലിയഹ സാഫിലഹ, ഒരു നാട് ഇങ്ങനെ അതിന്റെ മുകൾ ഭാഗം നേരെ മറിച്ചിടുക. ആലിയ എന്ന് പറഞ്ഞാൽ അതിന്റെ മുകൾ ഭാഗമാണ്. സാഫിൽ എന്ന് പറഞ്ഞാൽ അടിഭാഗമാണ്. അതിന്റെ മുകൾ ഭാഗം മറിച്ചിടുക. നമ്മൾ പത്തിരിയൊക്കെ മറിച്ചിടാറുണ്ടല്ലോ. വജഅൽന ആലിയഹ സാഫിലഹ, അതിന്റെ മുകൾ ഭാഗം അങ്ങോട്ട് മറിച്ചിട്ടു. എന്താ മറിക്കുന്നത്? ഒരു നാട്, അവർ ജീവിച്ചുകൊണ്ടിരുന്ന, അവർ വസിച്ചുകൊണ്ടിരുന്ന ഒരു ഭൂപ്രദേശം മൊത്തത്തിൽ എടുത്ത് മറിച്ചങ്ങോട്ടിട്ടു. ആ സ്ഥലത്ത് ഇവർ വന്നിട്ടുണ്ടല്ലോ. ഖുർആൻ പറയുന്ന പ്രയോഗം നോക്കൂ. വലഖദ് അതൗ, അവർ സന്ദർശിച്ചിട്ടുണ്ട്, അവർ വന്നിട്ടുണ്ട്. നമ്മളോട് കൂടി പറയാ, നമ്മൾ പോയിട്ടുണ്ട്. വലഖദ് അതൗ അലൽ ഖറിയ, ആ രാജ്യത്ത്, ആ നാട്ടിൽ, ആ പട്ടണത്തിൽ. അല്ലത്തി ഉംതിറത് മതറസ്സൗ, ആ ദുഷിച്ച മഴ പെയ്യിപ്പിക്കപ്പെട്ട ആ നാട്ടിൽ അവർ ചെന്നിട്ടുണ്ട്. ചോദിക്കുകയാണ്, അഫലം യകൂനു യറൗനഹാ, അവർ അവിടുന്ന് കാണുന്നില്ലേ? അഫലം യകൂനു, അവർ ആയിരുന്നില്ലേ? യറൗനഹ, അത് കാണുന്നവരായിരുന്നില്ലേ എന്നാ. മക്കയിൽ ഇത് കേൾക്കുന്ന മുശ്രിക്കുണ്ടല്ലോ, അവർക്കറിയാം. അവർ ദീർഘമായി യാത്ര ചെയ്യുന്ന കച്ചവടക്കാരാ. ഇന്റർനാഷണൽ ആയിട്ട് രാജ്യാന്തര തലത്തിൽ കച്ചവടം നടത്തുന്ന പ്രമുഖരായ ബിസിനസ് വിഭാഗമാണ് മക്കയിലുള്ളത്. കച്ചവടത്തിന് വേണ്ടിയിട്ട് അവർ പല ഭാഗങ്ങളിൽ, എല്ലാ ദിക്കുകളിലേക്കും പോവാറുണ്ട്. തെക്ക് ഭാഗത്ത് യമന്റെ ഭാഗത്തേക്ക് അവർ പോവാറുണ്ട്. അത് ശൈത്യകാലത്താണ്. ഉഷ്ണകാലത്ത് അവർ വടക്കോട്ട് പോവും, നോർത്തിലേക്ക്. അത് സിറിയയുടെ ഭാഗത്തേക്കാണ്. അതുപോലെ തന്നെ കിഴക്കോട്ട് അവർ പോവാറുണ്ട്, പടിഞ്ഞാറോട്ടും പോവാറുണ്ട്.
ഇറാഖിലേക്കും അപ്പുറത്ത് ആഫ്രിക്കയിലെ അബിസീനിയയിലേക്കൊക്കെ നാനാ ഭാഗത്തേക്കും അവർ പോകാറുണ്ട്. അവർ വടക്കോട്ട് പോകുന്ന കാലമുണ്ടല്ലോ, ആ ഉഷ്ണകാലത്ത് അവർ വടക്കോട്ട് കച്ചവടത്തിന് വേണ്ടി, സീസണലാണ് അവരുടെ കച്ചവടം, വടക്കോട്ട് പോകുമ്പോൾ ആ സിറിയയിലേക്ക് അവർ പോകുന്ന വഴിക്കാണ് ഇത് സദോം, ദ ഡെഡ് സീ, ചാവുകടൽ എന്നറിയപ്പെടുന്ന ആ സ്ഥലം. എല്ലാവർക്കും ഒരു ദൃഷ്ടാന്തമായിട്ട് അങ്ങനെ തന്നെ അള്ളാഹു വെച്ചിരിക്കുക. വേറെ ചിലത് നമ്മൾ നോക്കിയാൽ കാണൂല, ആരോ ഉണ്ടായിരുന്നു അറിയില്ല, പക്ഷെ ഇതാ എല്ലാവർക്കും കാണാൻ പാകത്തിൽ അവിടെ വന്നിട്ടുണ്ടല്ലോ അവർ. നോക്ക് പ്രയോഗം, വലഖദ് അതൗ അലൽ ഖറിയ അല്ലതി ഉംതിറത് മത്രസൗ, ആ ദുരിതമഴ പെയ്യപ്പെട്ട വർഷിക്കപ്പെട്ട ആ നാട്ടിൽ അവർ എത്തിയിട്ടുണ്ടല്ലോ. അഫലം യകൂനു യറൗനഹ, അവരത് നോക്കി കണ്ടിരുന്നില്ലേ? അഫലം യകൂനു യറൗനഹ ബൽ കാനു ലാ യർജൂന നുശൂറ. കാണാത്തതല്ല പ്രശ്നം, നമുക്കറിയാം അവിടെ ടൂറിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ സന്ദർശിക്കുന്ന സ്ഥലമാണത്. എന്തുകൊണ്ടാണ് ആ ജനത നശിപ്പിക്കുക? വലിയ പാഠാ. ലോകത്തൊരു വിഭാഗവും അന്നേ വരെ ചെയ്യാത്ത ഹോമോസെക്ഷുവാലിറ്റി, സ്വയം സ്വവർഗഭോഗം ചെയ്ത ഒരു വിഭാഗത്തെയാണ് അവിടെ നശിപ്പിക്കപ്പെട്ടത്. അത് ലോകത്തിന് പാഠമാക്കി വെച്ചിരിക്കുക. അവിടെ ചെല്ലുന്ന എത്ര ടൂറിസ്റ്റുകളാ, 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ദിനേന സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ എന്തേ അവർ പാഠം പഠിക്കാത്തറിയോ? ബൽ കാനു ലാ യർജൂന നുശൂറ. പാഠം പഠിക്കാതിരിക്കാൻ കാരണം എന്താണെന്നറിയോ? അവരാരും നുശൂർ പ്രതീക്ഷിക്കുന്നില്ല. എന്താ നുശൂർ? പുനരുത്ഥാനമാണ്, വീണ്ടും ഒരു ജന്മം, ഇനിയും ഞാൻ ജനിക്കും, എൻ്റെ മരണത്തിന് ശേഷം വീണ്ടും വിചാരണ ചെയ്യപ്പെടും, അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് ഒരു ബോധവുമില്ല. അല്ലാത്തവന് അതൊരു ടൂറിസ്റ്റ് പ്ലേസ് മാത്രമായിരിക്കും. പക്ഷേ സത്യവിശ്വാസിയായ മനുഷ്യന് ഇതൊരു താക്കീതാണ്. പടച്ച റബ്ബിന്റെ ശിക്ഷ. അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ ഇതുപോലെ ഞാനും എൻ്റെ നാടും നശിപ്പിക്കപ്പെടുമെന്ന ശക്തമായ താക്കീതാണ് ആ സദോം പ്രദേശം, ഡെഡ് സീ എന്ന് പറയുന്നത്. നോക്ക്, അല്ലതി ബൽ കാനു ലാ യർജൂന നുശൂറ. എന്താണ് അവർക്ക് പാഠം ഉൾക്കൊള്ളാതിരിക്കാൻ കാരണം? ലാ യർജൂന നുശൂറ, അവർ ഒരു ഉയിർത്തെഴുന്നേൽപ്പ്, ഒരു പുനരുത്ഥാനം അവർ പ്രതീക്ഷിക്കുന്നേ ഇല്ല. അങ്ങനെ ഇവരുടെ കഥ എത്തൊക്കെ വിഭാഗങ്ങൾ പറഞ്ഞു. മൂസാ നബിയുടേത് പറഞ്ഞു, നൂഹിൻ്റെത് പറഞ്ഞു, ആദ്, സമൂദ്, അസ്ഹാബുർ റസ്, ഖുറൂനൻ കസീറ എന്ന് പറഞ്ഞതിന് ശേഷം ലൂത്തിൻ്റെതും പറഞ്ഞു. ഇനി വേറെ ഒന്നും വിശദമായിട്ടൊന്നും പറയും. ഇവിടെ വളരെ എത്രയോ തലമുറകളുടെ, എത്രയോ സഹസ്രാബ്ദങ്ങളുടെ ചരിത്രം കുറഞ്ഞ വാക്കുകൾ ജസ്റ്റ് പറഞ്ഞിട്ട് ആകെ ഉത്ബോധിപ്പിച്ചത്രയാണ്, നശിപ്പിക്കപ്പെട്ടതാണ് കേട്ടോ അവരെല്ലാം. എന്തുകൊണ്ട്? പ്രവാചകന്മാരെ തള്ളിപ്പറഞ്ഞത് കൊണ്ട് എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു നോക്ക്, ഈ പ്രവാചകനെ തള്ളിപ്പറയുന്ന ഇവരുടെ വൈരുദ്ധ്യം 2 ആയത്തുകളിലൂടെ ഖുർആൻ പറയാണ്. وَإِذَا رَأَوْكَ إِن يَتَّخِذُونَكَ إِلَّا هُزُوًا أَهَذَا الَّذِي بَعَثَ اللَّهُ رَسُولًا. 41-ാമത്തെ ആയത്തിൽ പറയുന്നതാണ്, ഈ പ്രവാചകനെ ഇവർ കണ്ടാൽ, വഇദാ റഅൗക, താങ്കളെ കണ്ടാൽ, നാം പ്രവാചകനോട് പറയാണ്, വഇദാ റഅൗക, ഇവർ താങ്കളെ കണ്ടാൽ. ഇവർ എന്ന് പറഞ്ഞാൽ മക്കയിലെ മുശ്രിക്കുകൾ, പ്രവാചകനെ തള്ളിക്കളയുന്ന ആളുകൾ താങ്കളെ കണ്ടാൽ, പ്രവാചകനെ കണ്ടാൽ, ഈ യത്തഖിദൂനക, ഇത്തഖദ സ്വീകരിക്കുക, ഈ യത്തഖിദൂനക അവർ താങ്കളെ സ്വീകരിക്കുകയില്ല, ഇല്ലാ ഹുസുവ, പരിഹാസത്തോടു കൂടിയല്ലാതെ. ഹുസു എന്ന് പറഞ്ഞാൽ പരിഹസിക്കുക, കളിയാക്കുക, പുച്ഛിച്ച് തള്ളുക. പുച്ഛത്തോടു കൂടിയല്ലാതെ താങ്കൾ അവർ സ്വീകരിക്കുകയില്ല. എന്താ പറഞ്ഞു നോക്ക്, പ്രവാചകനെ കാണുമ്പോൾ മാത്രമൊക്കെ വളരെ പരിഹാസമായിരിക്കും. ഇയാളാ അപ്പൊ പ്രവാചകൻ? നോക്ക് എന്താ അവർ പറയാൻ നോക്ക്, യത്തഖിദൂനക ഇല്ലാ ഹുസുവ അഹാദല്ലദീ ബഅസല്ലാഹു റസൂല. എന്താ ചോദ്യം? അഹാദല്ലദീ, ഇവനാണോ? അഹാദല്ലദീ ബഅസല്ലാഹ്, അല്ലാഹു അയച്ച റസൂൽ, ഇയാളാ അപ്പൊ അല്ലാഹ് അയച്ച റസൂല്. കാരണം പ്രത്യേകിച്ചൊന്നും കാണാനില്ല. അള്ളാഹിന്റെ റസൂല് അവിടെയുള്ള സാധാരണ ഒരു മനുഷ്യനെ പോലെ നിൽക്കുന്നത്. എന്തിനറിയോ? അദ്ദേഹത്തിന്റെ വേഷം, അദ്ദേഹം കടന്നുറങ്ങുന്നത്. നോക്കുകള്, ഒരു ചെറിയ കുടില, ഒന്നും പ്രതീക്ഷിച്ചില്ല. ഇവിടെ ഉണ്ടല്ലോ പല ആളുകളും ആൾദൈവത്തിന്റെ വേഷം കെട്ടുന്ന ആളുകളുടെ ഒരു ഹാവഭാവങ്ങൾ ശ്രദ്ധിച്ചു നോക്കുകള്. ഒന്നുമില്ല, ഒരു ജാടയില്ല ഈ പ്രവാചകന്. അപ്പൊ ഈ പ്രവാചകനെ കാണുമ്പോൾ ഇവരെന്താ പറയുക? ഇവനെയാണോ പ്രവാചകനാക്കിച്ചത്?
എത്ര നിസ്സാരനാണ്. കാരണം ഈ പ്രവാചകന്റെ അടുത്ത് പണമില്ല, പ്രതാപമില്ല. ഈ പ്രവാചകന്റെ അടുത്ത് ആൾബലമില്ല, ശക്തിയില്ല, ആയുധങ്ങളില്ല, പടക്കോപ്പുകളില്ല, അധികാരമില്ല. ഈ പ്രവാചകന്റെ അനുയായികളായിട്ട് വന്നത് ആരാ? ഏറ്റവും ആ സമൂഹത്തിലെ ഏഴകളായ, അടിമകളായ, ദുർബലരായ ആളുകൾ. ഇവരെങ്ങാനും പരിക്കേൽപ്പിക്കുമ്പോൾ, മർദ്ദിക്കുമ്പോൾ തടയാൻ പോലും ഈ സാധു പ്രവാചകന് സാധിക്കുന്നില്ല. നോക്കുക, അങ്ങനത്തെ ഇയാളെയാണോ ഒരു പ്രവാചകനാക്കി വെച്ചിരിക്കുക? ഇയാളെയാണോ അള്ളാഹു പ്രവാചകനാക്കി വെച്ചത്? നിരന്തരം കാണുമ്പോ ഒക്കെ ഇവർ കളിയാക്കും. ആരുമില്ല, നിസ്സാരനാക്കി തള്ളും. നോക്ക്, അതേ ആൾക്കാരുടെ അടുത്ത വാചകത്തിൽ എന്താ പറഞ്ഞു നോക്ക്. وسوف يعلمون حين يرون العذاب من أضل سبيلا. എന്താ പറയുക നോക്ക്. ഇൻ കാദ ലയുദില്ലുന. ഇവരെന്നെ പറയാ ഇൻ കാദ ലയുദില്ലുന. ആദ്യത്തെ ആയത്തിൽ ഇവർ പറഞ്ഞെന്താ? വളരെ നിസ്സാര, ഇയാളെ ഇപ്പൊ പ്രവാചകനാക്കിയെന്ന്. രണ്ടാമത്തെ ആയത്തിൽ പറഞ്ഞു നോക്ക്. ഇൻ കാദ, ഇയാൾ നിശ്ചയമായിട്ടും ആവാറായി. കാദാറ ആവാറായി. ലയുദില്ലുന, ഞങ്ങളൊക്കെ വഴികേടിൽ ആക്കാറായി. ആരെ? മുശ്രിക്കുകൾ പറയാണ് ഇൻ കാദ ലയുദില്ലുന, ഞങ്ങൾ ഇയാൾ വഴിതെറ്റിക്കാറായിട്ടുണ്ട്. എവിടെന്ന്? അൻ ആലിഹത്തിന, അൻ ഇലാഹിന എന്നല്ല, അൻ ആലിഹത്തിന, ഞങ്ങളുടെ കുറേ ദൈവങ്ങളുണ്ടല്ലോ, ഞങ്ങളുടെ ദൈവങ്ങളുടെ മാർഗത്തിൽ നിന്ന്, ഞങ്ങളുടെ മതവിശ്വാസത്തിൽ നിന്ന് ഞങ്ങളെ തെറ്റിക്കാറായിട്ടുണ്ട് ഈ മനുഷ്യൻ. ഏത് മനുഷ്യൻ? തൊട്ട് മുമ്പത്തെ ആയത്തിൽ ഇവർ ഈ മനുഷ്യനെ പറ്റി എന്താ പറഞ്ഞത്? ഇയാളാപ്പോ റസൂല് പുച്ഛിക്കുകയായിരുന്നു. സത്യപ്രസ്ഥാനത്തെ എന്നും അങ്ങനെയാ, വളരെ നിസ്സാരമാക്കി കാണും ആളുകൾ. തൊട്ടടുത്ത ആയത്തിൽ പറയുന്നത് ഇൻ കാദ ലയുദില്ലുന അൻ ആലിഹത്തിന, ഇയാള് ഞങ്ങളുടെ മതത്തിൽ നിന്ന്, ഞങ്ങളുടെ ദൈവങ്ങളിൽ നിന്ന് ഞങ്ങളെ വഴികേടിലാക്കാറായിട്ടുണ്ട്. ലൗല അൻ സബർന അലൈഹ, എങ്ങനെ അല്ലായിരുന്നെങ്കിൽ എന്നറിയോ? ഞങ്ങൾ സബറോടുകൂടെ നിന്നിട്ടില്ലായിരുന്നെങ്കിൽ, ലൗല അൻ സബർന, ഞങ്ങൾ സഹനത്തോടുകൂടെ വമ്പിച്ച ക്ഷമയോടുകൂടെ ഉറച്ചു നിന്നിട്ടില്ലായിരുന്നെങ്കിൽ, അലൈഹ എന്ന് പറഞ്ഞാൽ ഈ ദൈവങ്ങളുടെ അടുത്ത്. എന്താ പറഞ്ഞത്? ഈ ദൈവങ്ങളുടെ അടുത്തുള്ള വിശ്വാസത്തെ തെറ്റിക്കുവാൻ പാകത്തിൽ ഏകദൈവ വിശ്വാസം ശക്തിയായിട്ട്, തൗഹീദിന്റെ ശക്തിയാ പറയുന്നത്. ഇവര് പറയാതെ പറയാണ്, ഞങ്ങൾ സബറോടുകൂടി നിന്നിട്ടില്ലെങ്കിൽ ഞങ്ങളെ മതത്തിനൊക്കെ ഇത് പൊളിഞ്ഞു പോയിന്. ഇപ്പോഴും അങ്ങനെ പറയുന്നുണ്ട്. ഇവർ ആകെ 4 ആൾക്കാരേ ഉള്ളൂ. ഇവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയോ? ഇവർക്കൂടെ ഒരു ചുക്കും ചെയ്യാൻ കഴിയും? ആകെ 4 ആളുമായിട്ട്. മറുഭാഗത്ത് പറയാണ്, ഇവരാണ് ഇവിടെ കാര്യമായിട്ട് ചെയ്യുന്നത്, ഇവര് പറയുന്ന പോലെ ഇവിടെ കാര്യം നടക്കുന്നത്. ഞങ്ങൾ പോലും ഇവരുടെ ഇങ്ങനെ വഴിക്ക് വിട്ടാല് ഞങ്ങൾ പോലും ഇവരുടെ മാർഗത്ത് ചേർന്ന് പോവും. അത്രക്കും മാസ്മരികമായ ശക്തി ഇവർക്കുണ്ട്. സത്യത്തിന്റെ ശക്തിയാ. ഈ പ്രവാചകന്റെ വർത്തമാനങ്ങളുണ്ടല്ലോ, അത് ഏറ്റവും ആകർഷകമായ വർത്തമാനങ്ങൾ, സത്യസന്ധമായ വർത്തമാനങ്ങളാണ്. ഈ പ്രവാചകന്റെ വ്യക്തിത്വമുണ്ടല്ലോ, ഏറ്റവും ആകർഷകമായ വ്യക്തിത്വമാണ്. ഈ പ്രവാചകൻ അവർക്കിടയിൽ സത്യത്തിന്റെ ഒരു രൂപമാണ്, ജീവിക്കുന്ന രൂപമാണ്. അസത്യം അദ്ദേഹം ചെയ്തിട്ടില്ല, അഴിമതി പുരണ്ടിട്ടില്ല. അങ്ങനെയുള്ള ഈ മനുഷ്യൻ ഇങ്ങനെ പോയാൽ ഞങ്ങൾ വരെ കൂടെ കൂടിപ്പോവും. നമുക്ക് പറയുന്നത്, ആദ്യത്തെ ആയത്തിൽ ഇവർ പറഞ്ഞത് വൈരുദ്ധ്യമാണ് ഇവരുടെ വാദം. ആദ്യം ഇവർ പറഞ്ഞത് ഇയാളപ്പോ പ്രവാചകൻ എന്നാണ്. അത് പ്രവാചകൻ തള്ളിപ്പറയാൻ വേണ്ടി അവർ പറയുകയാണ്. യഥാർത്ഥത്തിൽ അവർക്കറിയാം, ഈ നാട്ടിലൊരു പ്രവാചകൻ വരികയാണെങ്കിൽ മുഹമ്മദിനേക്കാൾ യോജിച്ച ഒരാളില്ല എന്നവർക്ക് 100% ഉറപ്പാ. കാരണം 40 വയസ്സ് വരെ ഇവർ വിളിച്ചത്, ഈ പ്രവാചകൻ ഇട്ട പേര് അന്നാട്ടിൽ വേറൊരാർക്കും അവർ വിളിച്ചിട്ടില്ല. അൽ അമീൻ എന്നാണ്. ദ ഹോണസ്റ്റ്, സത്യസന്ധനായ മനുഷ്യൻ, വിശ്വസ്തനായ മനുഷ്യൻ എന്നാണ് അന്നേ വരെ ആളുകൾ അദ്ദേഹത്തെ വിളിച്ചത്. അങ്ങനെ വേറൊരാൾ ആ നാട്ടിലില്ല. അതുകൊണ്ട് മാത്രമല്ല, ഇവർക്കിടയിൽ ഉണ്ടായിരുന്ന പലവിധത്തിലുള്ള തർക്കങ്ങളുണ്ട്. ആ തർക്കങ്ങളിലൊക്കെ നീതിപൂർവകമായ തീരുമാനമെടുത്തത് ഈ മനുഷ്യനാണ്. അതുകൊണ്ട് അവർക്കറിയാം, ഇത് ശരിക്കും പ്രവാചകനാവാൻ ഒരു മനുഷ്യന് ഇവിടെ യോഗ്യതയുണ്ടെങ്കിൽ ആ യോഗ്യതയുള്ള വ്യക്തി ഇദ്ദേഹം മാത്രം അവർക്കറിയാം. പക്ഷേ നിഷേധിക്കാൻ വേണ്ടി അഹങ്കാരം സമ്മതിക്കുന്നില്ല. ഞങ്ങളല്ലേ ആവേണ്ടത്, ഞങ്ങളുടെ തറവാട്ടൊന്നല്ലേ ആവേണ്ടത്,
ഞങ്ങളുടെ കൂട്ടത്തിൽ എത്ര പ്രമാണി ഞങ്ങളല്ലേ അവരുടെ, അതുകൊണ്ട് നിഷേധം, ഇവരുടെ അഹങ്കാരം ഇദ്ദേഹത്തെ അംഗീകരിക്കാൻ സമ്മതിക്കില്ല, അതുകൊണ്ടാണ് തള്ളിക്കളയുന്നത്. അതുകൊണ്ട് ഒരു പറഞ്ഞ കാര്യം ഇതാണ്, ഇയാളാണോ പൊതു സത്യപ്രസ്ഥാനത്തെ സംബന്ധിച്ച്, ഇസ്ലാമിക പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച് എന്നും ആളുകൾ ഇങ്ങനെ പറയാറുണ്ട്, ഇവർ നിസ്സാരന്മാർ, ഇവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതേ വാഗൊണ്ട് ഇവർ പറയും, കരുതിയിട്ടില്ലെങ്കിൽ നമ്മളെ മതം വരെ ഈ കൂട്ടത്തിൽ പോയി പോരും, അതുകൊണ്ട് തിരിച്ചു വരണം, ഗർ വാപ്പസി എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചെടുക്കും, തിരിച്ച് വീട്ടിലേക്ക്, ഞങ്ങളുടെ വീട്ടിലേക്ക്. സ്വബർണ അലേഹ, ഞങ്ങൾ വല്ലാതെ സഹനം പാലിച്ച് വല്ലാത്ത ദൃഢതയോടുകൂടെ നിന്നതുകൊണ്ടാണ് ഈ മതത്തിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങളും അതിൽ ചേർന്നു പോകുമായിരുന്നു എന്ന് പറയുന്നത് ഈ സത്യത്തിന്റെ ശക്തിയാണ് വിളിച്ചോതുന്നത്. അല്ലാഹു പറഞ്ഞു നോക്ക്, അവരറിയും, അടുത്ത് അറിയും, അവർ അടുത്ത് തന്നെ അറിയും. എന്ത്? ഹീന യറൗനൽ അദാബ്, ആ ശിക്ഷ കാണുന്ന നേരത്ത്, മൻ അദല്ലു സബീല, ആരാണ് പിഴച്ച വഴിയിൽ, ആരാണ് വഴിതെറ്റിയത് എന്ന് അവരറിയും. അവരിപ്പോ പറയുന്നത് എന്താ? മുശ്രിക്കുകള് ഞങ്ങളെ വഴികേടിലാക്കുന്ന, അവർ ശരിക്കുള്ള വഴിയിലാണ്. ചില ഈ മതങ്ങൾ, ബഹുദൈവങ്ങൾ, അതാണ് ശരിക്കുള്ള വഴി എന്ന് അവർ വിചാരിച്ച് വെച്ചിരിക്കുക, അങ്ങനെ ആക്കി വെച്ചതാ. ആരാണ് വഴികേടിലായത് എന്ന് ശിക്ഷ കാണുമ്പോൾ, പരലോകത്തെത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് താക്കീതോടുകൂടി ആ ആയത്ത് അവിടെ അവസാനിപ്പിക്കുക. നോക്ക്, വസൗഫ യഅലമൂൻ, അവർ അറിയുക തന്നെ ചെയ്യും. ഹീന യറൗനൽ അദാബ, ശിക്ഷ കാണുമ്പോൾ. മൻ അദല്ലു സബീല, ഏറ്റവും അധികം വഴിപിഴച്ചു പോയത് ആരാണ്, ഈ മാർഗത്തിൽ നിന്ന് ശരിയായ വഴിപിഴച്ചത് ആരാണ് എന്ന് അവർക്ക് മനസ്സിലാവും എന്ന് അവിടെ പറയുന്നു. 42 വരെയുള്ള ആയത്തുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ ആയത്തുകളിൽ മുൻഗാമികളായ നേരത്തെ പ്രവാചകന്മാർ വന്ന് ഉത്ബോധനങ്ങൾ നടത്തിയിട്ട് അതിനെതിരെ ധിക്കാര മനോഭാവം കൈക്കൊണ്ട, പ്രവാചകന്മാരെ കളവാക്കി കളഞ്ഞ ആ ജനതകളുടെ നാശത്തെ സംബന്ധിച്ചാണ് സൂചിപ്പിച്ചത്. പിന്നീട് പറഞ്ഞത് ഇവിടെ ഈ പ്രവാചകൻ പ്രബോധനം ചെയ്യുന്ന കാര്യങ്ങളെ തള്ളിപ്പറയുന്ന ഇവർക്കുള്ള താക്കീതാണ്. ഇവർ പറയുന്നു, ഒരു വർത്തമാനത്തിൽ ഇവർ പറയുന്നു, ഇയാൾ എന്ത് പ്രവാചകനാ, ഒരു കഴിവും കഴിയില്ലല്ലോ. മറുഭാഗത്ത് ഇവർ പറയുന്നത്, ഞങ്ങൾ ക്ഷമിച്ച് നിന്നിട്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങളെപ്പോലും ഇയാൾ വഴിതെറ്റിക്കുമായിരുന്നു എന്നിവർ പറയുന്നു. സത്യത്തിന്റെ ശക്തിയാണത് കാണിക്കുന്നത്, തൗഹീദിന്റെ കരുത്ത് ആണ് ആ കാണിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ തൗഹീദിന്റെ മാർഗത്തിൽ മരണം വരെ ഉറച്ചു നിൽക്കുവാൻ, ഈമാനോടുകൂടെ അള്ളാഹുവിനെ കണ്ടുമുട്ടുവാനും റഹ്മാൻ റബ്ബ് നമ്മെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. ഈ വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ ഏറ്റവും ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുവാനും അതിനനുസരിച്ചുകൊണ്ട് അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാനും റഹ്മാൻ റബ്ബ് നമ്മെല്ലാവരെയും തുണക്കുമാറാവട്ടെ. റഹ്മാൻ റബ്ബെ, വിശുദ്ധ ഖുർആനിനെ ഞങ്ങൾക്ക് അനുകൂലമായ ശുപാർശകനാക്കി നീ കൊണ്ടുവരണമേ നാഥ. ഖുർആനെതിരായി സാക്ഷി പറയുന്ന ആ ഹതഭാഗ്യരിൽ നിന്ന് ഞങ്ങളെ നീ കാത്ത് രക്ഷിക്കണമേ നാഥ. പടച്ചറബെ, ഞങ്ങളുടെ കൂട്ടത്തിൽ പലതരത്തിൽപ്പെട്ട രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ഒട്ടേറെ സഹോദരി സഹോദരന്മാരുണ്ട്. പലരും പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. റഹ്മാൻ റബ്ബെ, അവരുടെയൊക്കെ രോഗങ്ങൾ പൂർണ്ണമായും ശിഫയാക്കി കൊടുക്കണമേ നാഥ. അവർക്ക് ആരോഗ്യവും ആയുസ്സും ഈമാനും നീ വർദ്ധിപ്പിക്കണമേ റബ്ബെ. പടച്ചറബെ, മാരകമായ അസുഖങ്ങളിൽ നിന്ന് ഞങ്ങളെല്ലാവരും നീ കാത്ത് രക്ഷിക്കണമേ റബ്ബെ. പടച്ചറബെ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഓരോ ദിവസവും എത്രയോ ആളുകളെ നീ തിരിച്ചു വിളിക്കുന്നുണ്ട്. എന്നിലേക്ക് യാത്രയായവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ പലരുടെയും മാതാപിതാക്കളും സഹോദരി സഹോദരന്മാരും ഇണകളും മക്കളും ഒക്കെ ഉണ്ട്. പടച്ചറബെ, അവരുടെയൊക്കെ ബർസഖിയ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കണമേ റബ്ബെ. അവർക്ക് ഈ ദുനിയാവിൽ ചെയ്തു വെച്ച സൽക്കർമ്മങ്ങൾക്ക് വലിയ പ്രതിഫലം നൽകി അവർ നീ സന്തോഷിപ്പിക്കണമേ റബ്ബെ. അല്ലാഹു, അവരുടെ എല്ലാ ദോഷങ്ങളും നീ കാരുണ്യവാനാണ്, പുറത്ത് മാപ്പാക്കി കൊടുക്കണമേ നാഥ. റഹ്മാൻ റബ്ബെ, ഞങ്ങളുടെ ഇണകളിൽ നിന്ന് ഞങ്ങളുടെ സന്തതികളിൽ നിന്ന് കൺകുളിർമ പ്രദാനം ചെയ്യണമേ അല്ലാഹുവേ. സ്വാലിഹികളായ മക്കളെ നൽകി ഞങ്ങൾ നീ അനുഗ്രഹിക്കണമേ റബ്ബേ. ഈ ദീനിന്റെ ഇസ്സത്ത് ഉയർത്തിപ്പിടിക്കുന്ന നല്ല മാതൃക കുടുംബജീവിതം നയിക്കുവാൻ ഞങ്ങൾ നീ തുണക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളോട് കരുണ കാണിക്കുന്ന സത്യസന്ധരും നീതിമാന്മാരുമായ നല്ല ഭരണാധികാരികളെ നൽകി ഞങ്ങൾ നീ അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ, അഴിമതിയുടെയും അധർമ്മത്തിന്റെയും അക്രമത്തിന്റെയും വക്താക്കളായ മുഴുവൻ മർദ്ദക വംശീയ ഭരണകൂടങ്ങളിൽ നിന്ന് ഞങ്ങളുടെ എല്ലാ നാടുകളിൽ നീ മോചിപ്പിക്കണമേ നാഥ. റബ്ബന ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ربنا اغفر لنا ذنوبنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم آت نفوسنا تقواها
وزكها أنت خير من زكاها أنت وليها ومولاها يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.